മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഫാൻ ബേസ് ഉള്ള മറ്റൊരു നടനാണ് പൃഥ്വിരാജ്. ഒരു നടനേക്കാൾ സിനിമാ നിർമ്മാണത്തിലും ഇന്ന് തന്റെ കഴിവ് മലയാള സിനിമയിൽ തെളിയിച്ച ഒരു നടൻ. 1982 ഒക്ടോബർ 16 തിരുവനന്തപുരം ജില്ലയിലാണ് പൃഥ്വി ജനിച്ചത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയതോടുകൂടി പൃഥ്വിരാജിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും സ്കൂൾ കാലവുമെല്ലാം ചെന്നൈയിലായിരുന്നു. അങ്ങനെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് വാർഷിക സമയത്ത് നടത്തുന്ന ആഘോഷങ്ങളിൽ വിവിധ നാടകങ്ങളിലും പ്രസംഗങ്ങളിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. പൃഥ്വിരാജിന്റെ മൂത്ത സഹോദരനായ ഇന്ദ്രജിത്ത് സുകുമാരനും ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ IT ബിരുദം എടുക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് നന്ദനം എന്ന സിനിമയിലേക്ക് രഞ്ജിത്ത് ബാലകൃഷ്ണൻ ക്ഷണിക്കുന്നത്. നമ്മൾ നോക്കണം, അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം വെറും 19 വയസ്സായിരുന്നു. അങ്ങനെ നന്ദനത്തിലെ അഭിനയത്തിന് ശേഷം പൃഥ്വിരാജ് തന്റെ സിനിമാ ജീവിതത്തിലേക്ക് അഭിനയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തന്റെ ഓസ്ട്രേലിയയിലെ പഠനത്തിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ 2002 പുറത്തിറങ്ങിയ നന്ദനത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയും കടന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ സിനിമകളിലായിട്ട് നായകനും അല്ലാതെയും ഒക്കെയായിട്ട് അഭിനയിച്ചത് 130ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. അതുപോലെ തന്നെ ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു പ്രൊഡ്യൂസർ, ഡയറക്ടർ, പ്ലേബാക്ക് സിംഗർ കൂടിയാണ്. ഏകദേശം ഇന്നത്തെ പൃഥ്വിരാജ് സുകുമാരന്റെ ആസ്തി എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കാറുകൾ നോക്കുകയാണെങ്കിൽ 3,50,00,000 രൂപയോളം വില വരുന്ന ലംബോർഗിനി ഉറൂസ്, 3,74,00,000 രൂപയോളം വില വരുന്ന മെഴ്സിഡീസ് AMG G63, 3,32,00,000 രൂപയോളം വില വരുന്ന പോർഷെ 911 GT3, 2,46,00,000 രൂപയോളം വില വരുന്ന BMW X760 LiX ഡ്രൈവ്, 2 കോടി രൂപക്കടുത്ത് വില വരുന്ന പോർഷെ കയാൻ, 65 ലക്ഷം രൂപയോളം വില വരുന്ന മിനി കൂപ്പർ JCW എന്നീ തുടങ്ങി 6ഓളം വരുന്ന കാറുകളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇനി നമുക്ക് പൃഥ്വിരാജിന്റെ ബിസിനസ്സുകളും നിക്ഷേപങ്ങളും നോക്കുകയാണെങ്കിൽ അദ്ദേഹവും തന്റെ ഭാര്യയും നടത്തി വരുന്ന സിനിമാ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ഫുട്ബോൾ ടീമായ കൊച്ചി FCയിലെ ഷെയർ ഓഹരികൾ, അതുകൂടാതെ കേരളത്തിലും മുംബൈയിലും ഉള്ള വളരെയേറെ വില കൂടിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ, ഇതെല്ലാം ഇന്ന് പൃഥ്വിരാജിന്റേതായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇനി സിനിമക്കും ബിസിനസ്സിനുമൊക്കെ അപ്പുറം ഇന്ന് പൃഥ്വിരാജ് പല കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ കല്യാൺ സിൽക്സിൽ ഇദ്ദേഹം 16 വർഷത്തെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഒപ്പുവെച്ചിരുന്നു. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അസറ്റ് ഹോംസ്, സത്യ റീറ്റെയിലിന്റെ കേരളത്തിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പ്രവർത്തിക്കുന്നതും ഇന്ന് ഇദ്ദേഹമാണ്. ഇതിൽ നിന്നുള്ള വരുമാനവും ബിസിനസ്സിൽ നിന്നും തന്റെ സിനിമയിൽ നിന്നുള്ള പണവും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞ അത്രയും പണം ആസ്തിയായിട്ടുള്ളത്. ഏകദേശം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമക്ക് ഇദ്ദേഹം പ്രതിഫലം വാങ്ങുന്നത് ഏറെക്കുറെ 3 കോടി മുതൽ 6 കോടി രൂപയോളമാണ്. അടുത്തതായി പൃഥ്വിരാജ് സുകുമാരന്റെ വരാനിരിക്കുന്ന തിയേറ്റർ റിലീസിനായി കാത്തിരിക്കുന്ന 1-2 ചിത്രങ്ങൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ഖലീഫ, ഇനി മലയാള സിനിമക്ക് പുറമെ ദായിറ, വാരണാസി എന്നീ ചിത്രങ്ങളാണ്. ഇതിൽ ഏത് ചിത്രത്തിനായിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതായി ആസിഫ് അലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താലോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.